ഓണക്കാലം എത്തിയിട്ടും ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഞങ്ങൾക്ക് ഈ സമരം അവസാനിപ്പിച്ച് പോകാൻ കഴിയില്ല. വേതന വർധന ഉണ്ടാകാതെ തിരിച്ചു പോയാൽ ഞങ്ങൾ 233 രൂപ വെച്ച് ആശമാർ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ലാത്തൊരു സാഹചര്യം. പ്രത്യേകിച്ചും ഭീകരമായ വിലക്കയറ്റമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഓണറേറിയം വർദ്ധിപ്പിച്ചേ മതിയാകുകയുള്ളൂ. പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് മാന്യമായൊരു പിരിഞ്ഞു പോകാനുള്ളൊരു ആനുകൂല്യം നൽകിയേ തീരുള്ളൂ. ഈ 2 ഡിമാൻഡും വളരെ സുപ്രധാനങ്ങളാണ്. അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ ഈ ഓണക്കാലവും തെരുവിൽ തന്നെയാണ് ഇരിക്കുന്നത്. ജനങ്ങൾ കാണട്ടെ, ആശമാർ ഈ സമൂഹത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആശമാർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായി തീർക്കേണ്ട നിമിഷങ്ങൾ ഈ തെരുവിലാണ്. മറ്റൊരു കാര്യം, ഓഗസ്റ്റ് മാസത്തെ വേതനം ഇതുവരെ കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഉത്സവ ബത്ത പ്രഖ്യാപിച്ചു. 1450 രൂപയാണ് നിലവിലെ ഉത്സവ ബത്ത. അത് ഈ ദിവസം വരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ എപ്പോൾ തന്നിട്ടാണ് ആശമാർ അവരുടെ ഓണം ആഘോഷിക്കേണ്ടത്? നാളെ കഴിയുമ്പോൾ ഓണം ആയിക്കഴിഞ്ഞു. അപ്പോൾ എപ്പോൾ നൽകാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്? അതും അറിയില്ല. ആശമാരെ വീണ്ടും വീണ്ടും അവഗണിച്ചുകൊണ്ടിരിക്കുന്നു, പരിഹസിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഇതൊന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഞങ്ങൾ പിന്നോട്ടില്ല. ഇനി ഓണം വരും, വിഷു വരും, വർഷം വരും, ഒക്കെ വരും. പക്ഷേ ഞങ്ങൾ ഈ തെരുവിലുണ്ടാകും. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ ആശമാർക്കും കൊടുക്കണം, അല്ലെങ്കിൽ അവർ പ്രഖ്യാപിക്കണം. ആശമാർക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ശമ്പളം വേണ്ടെന്നൊരു പ്രഖ്യാപിക്കട്ടെ. പൊതുപ്രവർത്തകരായി വന്ന MLA-മാരും മന്ത്രിമാരും അടക്കം ഈ ദിവസങ്ങൾ അവരുടെ ശമ്പളം കൈപ്പറ്റി കഴിഞ്ഞു. അപ്പോൾ സമൂഹത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് അത് വേതനം നൽകാതിരിക്കുന്നത് അങ്ങേയറ്റം ക്രൂരതയാണ്.